ഇദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ്. മനുഷ്യർക്കിടയിൽ പ്രകൃതിയെ സ്നേഹിച്ചവൻ. മരങ്ങളോട് സംസാരിച്ച് മുത്തം കൊടുത്ത് മരങ്ങളുടെ ചൂടറിഞ്ഞ് രോഗമറിഞ്ഞ് പരിപാലിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകൻ അല്ല, വൃക്ഷവൈദ്യൻ. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പച്ചപ്പ് നഷ്ടപ്പെടുത്തിയ മരങ്ങളെ സംരക്ഷിക്കാൻ മരുന്നുകൂട്ടുകൾ നൽകി പുനർജനി മന്ത്രം ജപിച്ച് ജീവൻ നൽകിയ കെ ബിനു. ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ചിറക്കടവ് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ മുറ്റത്തുള്ള 150 പരം വർഷങ്ങൾ പഴക്കമുള്ള കൂറ്റൻ ആഞ്ഞിലിയുടെ ചുവട്ടിലാണ്. ഈ ആഞ്ഞിലി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണകാലത്ത് അന്ന് രാജഭരണത്തിൻ്റെ അധീനതയിലായിരുന്ന ഈ സ്കൂളിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ രാജാക്കന്മാർ അവരുടെ നിർദ്ദേശമനുസരിച്ച് മുറ്റത്തൊരു ആഞ്ഞിലി തൈ നടണം എന്ന് പറയുകയും അങ്ങനെ നട്ടതാണ് എന്നാണ് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഈ ആഞ്ഞിലിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗാന്ധി ജയന്തി ദിനത്തിൽ 150 പരം വർഷങ്ങൾക്ക് മുമ്പ് നട്ട ഈ ആഞ്ഞിലി തൈ വളർന്ന് കേരളത്തിലെ പൊതുവിടത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ആഞ്ഞിലി ആയി ഇത് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ആഞ്ഞിലിയുടെ ആയുസ് പറയുന്നത് 95 വർഷക്കാലമാണ്. എന്നാൽ 150 ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആഞ്ഞിലിക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആഞ്ഞിലിക്ക് ചീക്ക് രോഗം പിടിപെട്ട് അതിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് പൊട്ടിയൊലിച്ച് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ചിലർ പറഞ്ഞു, പിഞ്ചു കുട്ടികൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് കളിക്കുകയും അവർ സാറ്റ് കളിക്കുകയും അവർ കഥ പറയുകയും അവർ വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ആഞ്ഞിലി മുത്തശ്ശിയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്കൂൾ അധികാരികൾക്കായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മരം വെട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന അവസരത്തിലാണ് എൻ്റെ ശ്രദ്ധയിൽ ഈ മരത്തിൻ്റെ രോഗാവസ്ഥ അറിയുന്നത്. ഞാൻ ഉടൻ തന്നെ വൃക്ഷായുർവേദം ചെയ്യാം, അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടായാൽ മതിയെന്ന് പറയുകയും ഞങ്ങൾ വൃക്ഷായുർവേദ ടീം ഇവിടെ എത്തുകയും PTA സഹായത്തോടു കൂടി ഈ മരത്തിന് വൃക്ഷവൈദ്യം ചെയ്യുകയുമുണ്ടായി. 2017 വരെ കായ്ഫലം നൽകാതിരുന്ന ആഞ്ഞിലി 2018 കായ്ഫലം നൽകി എന്ന് മാത്രമല്ല, നിറയെ കായ്കൾ ഉണ്ടായിരുന്നു. വളരെ മധുരമുള്ള ആഞ്ഞിലിക്ക വിള എല്ലാവരും കഴിച്ചു. ഇത് സ്കൂളിൻ്റെ ഒരു അനുബന്ധ പരിപാടിയായി മാറുകയും സ്കൂളിൻ്റെ അനുബന്ധ പരിപാടിയായി മാറിയ ഘട്ടത്തിൽ ആകാശവാണി ഇവിടെ വന്ന് കുട്ടികളെ ഇൻ്റർവ്യൂ നടത്തി ഒരു പുതുമയുള്ള പരിപാടിയായിട്ട് അത് റിപ്പോർട്ട് ചെയ്തു. മാത്രവുമല്ല, 2018 വാർഷികത്തിൽ ഒരു സുവനിയർ സ്കൂൾ ഇറക്കുകയുണ്ടായി. ആ സുവനിയറിൽ ഈ ആഞ്ഞിലി മുത്തശ്ശിയുടെ പരിചരണവുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. ഇത് ഈ ഗ്രാമവാസികൾക്കാകെ പുതുമയുള്ള ഒരു കാര്യമായി നിന്നു. അതുകൊണ്ട് വൃക്ഷായുർവേദം ഫലപ്രദമാണ്. ആ ബോർഡ് അതേപടി നിൽപ്പുണ്ട്. അത് യാതൊരു കേടും കൂടാതെ ആഞ്ഞിലി പടർന്ന് പന്തലിച്ച് വരും തലമുറയ്ക്ക് ചരിത്രം പകർന്നു നൽകി ഈ മരം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം എല്ലാവരെയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്, ഏറെ സന്തോഷത്തോടുകൂടി. അതെ, ഇദ്ദേഹം നൽകിയ മരുന്നിൽ സുഖം പ്രാപിച്ച മുത്തശ്ശി മരങ്ങൾ അങ്ങനെ പടർന്ന് പന്തലിച്ച് അനേകം കിളികൾക്കും മനുഷ്യർക്കും സർവ്വചരാചരങ്ങൾക്കും തണലേകി കാലചക്രത്തിനൊപ്പം യാത്ര തുടരുന്നു.